ഹോട്ട് സെൻസേഷണൽ ന്യൂസ്. മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 കോണത്തിന് വകുപ്പുണ്ട്. എന്താടോ ഒന്ന് കൊടുത്തു നോക്കുന്നോ? എടോ കളക്ടറെ, എംപിയുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപ്പത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചതടക്കമുള്ള സകല ചാർജസും അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് മുറ കണ്ട് പേടിക്കണമെങ്കിലേ തകച്ചം വേറെ ജനിക്കണം. കേട്ടോ ചൂത്ത. അവന്റെ ഒരു ഉണക്ക പത്രം, എംപിയുടെ വക പാർട്ടി, എംപിയുടെ കള്ളു കുടിക്കുന്നവരൊക്കെ പെരുവഴിയിലിറങ്ങി എന്ത് തരവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരില് നിനക്കൊക്കെ എന്ത് തന്തയിലാണ്? സർ പ്ലീസ്. സോറി. പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തഡിനും ബ്രൗൺ ഷുഗറും. നിന്നെ പറ്റും. Take your hands off him, you fool! You? No. IAS-ന്റെ അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ വല്ലടാ? Think he's weak. Now I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് show me what you can. പാടോ. Mr. Commissioner. Thank you. I should thank you. എന്തിനാണെന്നല്ലേ പറയാ. മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം, ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Right? Clap. Okay. Now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെ അല്ലടോ. On multifarious charges. That is for driving under the influence of alcohol. Section 185 Motor Vehicles Act.
punishable as per section 279 of the Indian Penal Code. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന്. Then for resisting lawful apprehension, section 41(1) ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടുരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility 292 IPC and section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തന്റെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല. ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. Now take your ugly hands off, you nasty ass. പുല്ലേ, ദായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. Good morning, sir. Good morning. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. I am Sanjay. From Bombay? Yeah. Welcome, sir. Sir, cigarette. Thank you. Room number 502. Yeah. Your key, sir. Excuse me. കഴിഞ്ഞ രാജ്യത്തെ ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു. Sure. യെസ്, കണക്ട് ചെയ്യൂ. Sir. ഹലോ, എസ് ഐക്ക് ഒന്ന് കൊടുക്കാമോ? ഗുഡ് മോർണിംഗ് സർ, ഐ എം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ. സാർ, എനിക്ക് ആ ഡോക്ടർ വിജയന്റെ മരണത്തെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാനുണ്ടായിരുന്നു. നോ, ബന്ധുവല്ല, ഐ ആം ഫ്രം ദി പ്രസ്. ഇല്ല, ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. കാൻ യു ഹെൽപ്പ് മീ? ഓഹോ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ആർക്കാണ് സർ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഡിവൈഎസ്പി ചാക്കോ. ഇവിടെ ഇപ്പൊ തനിക്ക് തരാനായിട്ട് എന്റെ ഒരു വിവരമില്ല, ഒരു പൂട്ടുമില്ല. ഗ്യാസിന് ഇവരാ പോസ്റ്റ് താറാമുട്ട. പ്ലീസ്, എനിക്കങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട. ഈ ഡോക്ടർ വിജയന്റെ മാത്രം. അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരൻ ഉരത്തിയാലുടനെ നാട്ടിലെ കഞ്ചാവോടെയും ചരസടിയും അങ്ങ് നിൽക്കാൻ പോവല്ലേ. പോയി ചുമ്മാ വല്ല കെട്ടുകഥ എഴുതി വിടണോ? ചേട്ടാ പുല്ലേ, ഇയാളെ ചെവിക്കകത്ത് എന്നതാ ഉണ്ടയാണോ? ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ACPയും പിന്നെ അവന്റെ കൊച്ചമ്മാവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പുകല. അന്നേരമാ പിന്നെ തന്റെ ഒരു. അല്ല, ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ? അയ്യടാ, അതിനിടയ്ക്കോട്ട് ഇയാളൊരു ചോദ്യം അങ്ങ് തള്ളി നോക്കുക. കയറുക ഒന്ന്. എടോടോ, താനൊന്ന് എഴുതേറ്റെ. മിസ്റ്റർ ചാക്കോ. ആഹാ, സാറേന്ന് വിളിച്ചവൻ ഇപ്പൊ മിസ്റ്റർ ചാക്കോന്നാ. അവിടുന്ന് മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പട്ടി ഓടിച്ചു നിന്നെ ഞാൻ. എടുക്കടാ കയ്യ്. കൈയെടുക്കടാ. ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാരത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനത് ദൂത്ത പത്രക്കാരാന്ന് വിചാരിച്ചു. എടോ, നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പും ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വലിച്ചിട്ട് പോന്നവനെ ഞാൻ. അറിയാടോ തേണ്ടി. ഞാൻ അറിയാതെ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, പക്ഷെ ഇനിയും ഞാൻ വരും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണി പോലെ ഉത്തരം പറഞ്ഞ് ഇടിച്ചു നിന്റെ പൊണ്ടഞ്ഞ നടക്കും. അറിയാടോ?
നോ. മാനാഞ്ചിറ മൈതാനം അലക്കി വെളുപ്പിച്ച് മനോഹരമായ പുൽത്തകടിയും പുറമതിലും അലങ്കാര വിളക്കുകളും മ്യൂസിക്കൽ ഫൗണ്ടനും പിന്നെ തായാന്നങ്ങളിൽ ടിക്കറ്റ് വെച്ച് നഗര സൗന്ദര്യ വാണിഭം. സർ, മേ ഐ കം ഇൻ? സോറി, ദാറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഡെവലപ്മെന്റ്. പകരം ഓടകളേക്കാൾ പുഴുത്തുനാറി കൃമി നുരയ്ക്കുന്ന കോളനികളുണ്ട് ഈ നഗരത്തിൽ. അവിടെ നിന്ന് ആരംഭിക്കണം നഗരവികസനം. കുടിവെള്ളമില്ലാത്തവന്റെ നഗരത്തിന് സംഗീതം പൊഴിക്കുന്ന ജലധാരയല്ല വേണ്ടത്. ഇറ്റ്സ് ലക്ഷറി, ഇറ്റ്സ് എക്സ്ട്രവാഗൻസ്. ഇവിടെ കിടപ്പാടമില്ലാത്തവനൊരു കൂര വേണം, പിന്നെ പബ്ലിക് ഫെസിലിറ്റീസ് വേണം, ഈച്ചയും കൊതുകും കൂത്താടിയും ഇല്ലാത്ത ശുചിത്വം വേണം, ചാലിയാറിലേക്ക് ഒഴുകുന്ന വിഷം തടയണം. ദാറ്റ്സ് മൈ കൺസെപ്റ്റ് ഓഫ് ക്ലീൻ സിറ്റി. അല്ലാതെ പൊടിക്കൈകളും പത്രത്തിൽ പടവും പബ്ലിസിറ്റി സ്റ്റണ്ടുമല്ല എനിക്ക് കളക്ടർഷിപ്പ്. യെസ്, ദാറ്റ്സ് ആൾ. യു ക്യാൻ പ്രിന്റ് ഇറ്റ് റൈറ്റ്. ഓക്കെ? ആ, പറയണം. എടാ കള്ള കഴിവേറി. മൈ ഗുഡ്നസ്, ഇറ്റ്സ് പ്രിറ്റി ലോങ് ടൈം. ആൻഡ് യു ആർ സ്റ്റിൽ ഫയർ ബ്രാൻഡ്. നീ ഇത് എവിടെ നിന്ന് ചാടി? ആൻഡ് യു ലുക്ക് ടയർഡ്. ജസ്റ്റ് എ മിനിറ്റ്. എന്താ നിന്റെ ഫേവറേറ്റ്? ഇപ്പോഴും ബ്ലാക്ക് ടീ തന്നെ? ലൈക്ക് മീ? പല ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നല്ല ഒന്നാന്തരം ചായ വേണം, ബ്ലാക്ക് ടീ. IPS പഠിപ്പ് മതിയാക്കി നീ അക്കാദമിയിൽ നിന്ന് ചാടി പോയതിനു ശേഷം നമ്മൾ കാണുന്നത് ഇതാദ്യമാണ് അല്ലേടാ? യെസ്. ഇടയ്ക്ക് നിന്റെ പഴയ ഗേൾ ഫ്രണ്ട് നിരഞ്ജനെ കണ്ടു, ഡൽഹിയിലൊരു ഗെറ്റ് ടുഗദർ. അവളടക്കം അവിടെ കണ്ട സകല ബാച്ച്മേറ്റ്സിനോടും തിരക്കി. യു ജസ്റ്റ് വാനിഷ് ഇൻ ടു ദ ബ്ലൂ. അതിലേറെ നിന്നെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല. എന്താണ് ഇപ്പം നിന്റെ പരിപാടി? പോലീസ് ആയില്ലെങ്കിലും വാസനാബലം മറന്നില്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങി ഇൻ ബോംബെ. യു മീൻ ദ പ്രൈവറ്റ് ക്രാപ്പ്? നഗരത്തിലെ പ്രമാണിമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ, കുബേരഗ്രഹങ്ങളിലെ കൊച്ചമ്മമാരുടെ സംസർഗദോഷങ്ങൾ, പിന്നെ പെറ്റി ബ്ലാക്ക് മെയിലിങ്ങും കോൺജോബ്സും കോട്ടും തൊപ്പിയും 007 സ്റ്റൈലും. കൊള്ളാം, ഛോട്ടാ ഡിറ്റക്റ്റീവ് അല്ലേ? അതും 82 ബാച്ചിലെ ഏറ്റവും പ്രോമിസിംഗ് IPS റോ മെറ്റീരിയൽ, ഏറ്റവും അധികം കോളിളക്കം ഉണ്ടാക്കിയ അക്കാഡമി ഡ്രോപ്പ് ഔട്ട്. നിനക്ക് എന്ത് പറ്റിയതാ? ഏയ്, ഇത് നീ പറയുന്ന പോലൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുങ്ങാൻ വാവളിച്ചെടുക്കുന്ന ചില വൻകിട കമ്പനികളിലെ കോർപ്പറേറ്റ് ജയൻസ്, അവർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന മാന്യമായ ചാരവൃത്തി, ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. That's all? Yes. എന്നിട്ട് how's it? Not bad. ഡൽഹിയും ബാംഗ്ലൂരും അടക്കം 4 ബ്രാഞ്ചസ്. It's paying. And what brings you here? കോർപ്പറേറ്റ് ഭീമന്മാരും വമ്പൻ കുത്തകളൊന്നും ഇല്ലാത്ത എന്റെ ഈ പാവം നഗരത്തിൽ നിനക്കെന്താടാ മിഷൻ? ഏയ്, do I see a pile of gloom? എന്ത് പറ്റി സിന്ധു? എന്താണ് നിന്റെ പ്രശ്നം? Tell me. പറയാം. പണ്ടൊരിക്കൽ അക്കാഡമി ഹോസ്റ്റലിൽ വെച്ച് ഞാനൊരു കത്ത് വായിച്ച് കേൾപ്പിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നും രാത്രിയിൽ ദുസ്വപ്നം കണ്ടുണരുന്നതിനെ കുറിച്ചും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചുമല്ല ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും എഴുതി നിറച്ച എൻ്റെ അനിയൻ്റെ കത്ത്. യെസ്, ഫ്രം ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. അവനിപ്പോ ഈസ് നോ മോർ. അവൻ്റെ മരണം അന്വേഷിച്ചാണ് ഞാൻ വന്നത്. യെസ്, കാർ അപകടത്തിൽ മരിച്ച ഡോക്ടർ വിജയ്. ദാറ്റ് വാസ് ഹിം, എൻ്റെ അനിയൻ. കഴിഞ്ഞ തവണ ഒരാഴ്ച എൻ്റെ കൂടെ വന്ന് ബോംബെ താമസിക്കുമ്പോൾ അവൻ വളരെ നോർമലായിരുന്നു. വിവാഹത്തെക്കുറിച്ചൊക്കെ അവൻ എന്നോട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും മയക്കുമരുന്ന് കൈകൊണ്ട് തൊടില്ല എന്ന് കഴിഞ്ഞ കാലത്തും എനിക്ക് വാക്ക് തന്നതാണ്. പിന്നെ വീണ്ടും അവൻ ഡ്രഗ്സിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ എവിടെയോ ഫൗൾ പ്ലേ സംഭവിച്ചു. യെസ്, ദർ ക്യാൻ ബി എ ചാൻസ്. പക്ഷേ ആ തങ്കച്ചന്റെ പത്ര റിപ്പോർട്ടും കമ്മീഷണറുടെ കോലാഹലം ഉണ്ടാക്കിയ സംശയങ്ങളുമല്ലാതെ നമുക്ക് കോൺക്രീറ്റ് ലീഡ്സ് ഒന്നുമില്ലടാ സോഫാർ. നീ എന്താ ആലോചിക്കുന്നത്? ജോസഫ്, എനിക്ക് അവൻ്റെ വണ്ടി ഒന്ന് കാണും. വൈ?
അത് യെസ് ഐ നോ വി ഷുഡ് ട്രൈ ദാറ്റ്. പ്രസാദ്, can you come over? Thank you. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം എന്ന് അന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു സർ. ദാ ഇത് ഈ ക്യാമറയ്ക്കുള്ളിൽ നിന്ന് കണ്ടുപിടിച്ച വിരലടയാളം. മധുവിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ എടുത്ത പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കി സർ. ഇത് അയാളുടേതല്ല. സോ മധുവിന്റെ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഫിലിം നീക്കം ചെയ്തത് ഇതിന്റെ ഉടമസ്ഥനാവണം അല്ലേ സർ? അപ്പോ മധു കൊല്ലപ്പെട്ടതാണ് എന്ന നമ്മുടെ അസംഷനിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ അയാളെ കൊന്നവന്റെ വിരലടയാളം തന്നെ ആവാം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിയുടെ. റൈറ്റ് സർ, ദെൻ വിജയന്റെ കാറിൽ നിന്നും നമ്മൾ ട്രേസ് ചെയ്ത് ഫ്രിഞ്ച്. ദാ ഇത് അതിൽ നിന്നും കിട്ടിയ വിരലടയാളം. both are same. So that much we know. മധുവിന്റെയും വിജയന്റെയും മരണത്തിന് പിന്നിൽ there is a common factor. ദാ ഇവൻ. മറ്റൊരു കോമൺ ഫാക്ടർ കൂടെ ഉണ്ട് ജോസഫ്. ദാ ഇതും അവന്റെ കാറിൽ നിന്ന് കിട്ടിയതാ, അവന്റെ ഡയറി. അവൻ മരിച്ച ദിവസം തന്നെയാ ഇത് എഴുതിയിരിക്കുന്നത്, ശങ്കറിന്റെ നമ്പർ. ഗുഡ് വർക്ക് സഞ്ജയ്. ഇനി ആ പട്ടിയെ പിടിച്ച് അകത്താക്കണം സർ, അതാ വേണ്ടത്. Hey, come on. No. We'll keep a law profile. ആഞ്ഞടിക്കാൻ കുറെ കൂടെ കൃത്യമായ ഒരു ആയുധം കിട്ടും വരെ. അല്ലടാ? The prize goes to Chaco. അബദ്ധത്തിലാണെങ്കിലും ഇവനെ തിരിച്ചറിഞ്ഞല്ലോ ആ വിധി. ഇവിടെ ഇവൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ചെയ്തു. സെയിം ബോംബെ അഡ്രസ്സിലാണ് ഡോക്ടർ വിജയിന്റെ മരണവിവരം അറിയിച്ച് ഇവിടെ നിന്നുള്ള പോലീസ് മെസ്സേജ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് എ ക്ലീൻ കണക്ഷൻ അല്ലേ? യെസ് സർ, ഇവൻ ആരാണെന്ന് കൃത്യമായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ നിലയ്ക്ക് नो नो परसों मुंबई से आ रहा है हमारा साथी ഇവന്റെ സാഹിബ്. കെണിയൊരുക്കുവാനുള്ള ഊഴം ഇക്കുറി നാം അവന് വേണ്ടി നീക്കിവയ്ക്കും. It is as simple as that.
സാർ ഒരു ഫേസ് പോയെന്ന് തോന്നുന്നു.